നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPL ആരംഭിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം. ഓരോ ടീമിനെയും വിശകലനം ചെയ്യുന്ന നമ്മുടെ അനാലിസിസ് വീഡിയോ 6ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുന്നു. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഡൽഹി ക്യാപിറ്റൽസിനെ കുറിച്ചാണ്. DC ഇത്തവണ ഒരുപാട് മാറ്റങ്ങളുമായിട്ടാണ് വരുന്നത്. അവരുടെ നായകൻ മാറിയിരിക്കുന്നു എന്നത് മാത്രമല്ല, റിക്കി പോണ്ടിങ് പോയി, പുതിയ കോച്ചിങ് സ്റ്റാഫ് വന്നു എന്നു മാത്രമല്ല, മെൻറ്ററായിട്ട് ആരാ KP എത്തിയിരിക്കുന്നു, കെവിൻ പീറ്റേഴ്സൺ എത്തിയിരിക്കുന്നു. അങ്ങനെ വലിയ മാറ്റങ്ങൾ. നമ്മളെന്തായാലും ഈ അനാലിസിസ് വീഡിയോ സീരീസുകളിൽ ESPN ക്രിക്കിൻഫോ, അതുപോലെ ക്രിക്ക് ബസ്, വിസ്ഡൻ തുടങ്ങിയ ക്രിക്കറ്റ് പോർട്ടലുകളിലുള്ള വിവരങ്ങൾ നമ്മൾ റെഫർ ചെയ്യുന്നതും പിന്നെ നമ്മുടെ അഭിപ്രായങ്ങളും ചേർത്താണ് അവതരിപ്പിക്കുന്നത്. നമ്മൾ ഓൾറെഡി നിങ്ങളോട് പലവട്ടം പറഞ്ഞതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ പറഞ്ഞു വന്നത്, ഇത്തവണ DCക്ക് മാറ്റങ്ങളുടെ ഒരു സമയമാണ്. ഇത്തവണയെങ്കിലും ആ കിരീടത്തിലേക്ക് അവർക്ക് പോകേണ്ടതുണ്ട്. അതിന് ഉതകുമോ ഈ മാറ്റങ്ങൾ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഋഷഭ് പന്ത് അവിടം വിട്ടു പോയി കഴിഞ്ഞു. പന്തിനു പകരം ആര് നായകനാവും? KL രാഹുൽ നായകനാവും എന്നെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ KL രാഹുൽ ആ സ്ഥാനത്തേക്ക് വന്നില്ല. അദ്ദേഹത്തിന് ഓഫർ ചെയ്തെങ്കിലും അദ്ദേഹം അത് ഏറ്റെടുത്തില്ല എന്ന തരത്തിലാണ് വാർത്തകൾ പിന്നാമ്പുറത്ത് പ്രചരിച്ചത്. അതവിടെ നിൽക്കട്ടെ. പക്ഷെ നമുക്കറിയാവുന്ന വിവരം എന്താ? അക്സർ പട്ടേലിനെ അവർ ഏറ്റവും ഒടുവിൽ ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചു. DCയുടെ ക്യാപ്റ്റനെ മാത്രമാണ് പ്രഖ്യാപിക്കാൻ ബാക്കിയുണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിൽ അവർ അക്സർ പട്ടേലിനെ ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചു. ഇപ്പോൾ തൻ്റെ കരിയറിൻ്റെ ഏറ്റവും പീക്കിൽ നിൽക്കുകയാണല്ലോ അക്സർ പട്ടേൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു റൈറ്റ് ചോയ്സ് തന്നെയായിരുന്നു. ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ടീമിനെ മുന്നോട്ട് നയിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരാൾ ടീമിൻ്റെ നായകനായിട്ട് വരുന്നു. സോ അക്സർ പട്ടേൽ നായകനാവുന്നു എന്നത് മാത്രമല്ല, അവരുടെ മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ റിക്കി പോണ്ടിങ് പോയി. പകരം അവർ ഹെഡ് കോച്ചായിട്ട് വെച്ചിരിക്കുന്നത് മുൻ ഇന്ത്യൻ താരം ഹേമങ് ബദാനിയെയാണ്. അസിസ്റ്റൻ്റായിട്ട് വരുന്നതോ മാത്യു മോട്ടാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഓസ്ട്രേലിയൻ വിമൻസ് ടീമിനെ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് മെൻസ് ടീമിനെ അദ്ദേഹം റീസെൻറ്റ് ഇയേഴ്സിൽ പരിശീലിപ്പിച്ചിട്ടുണ്ട്. മുൻ ഇംഗ്ലീഷ് ഇതിഹാസം കെവിൻ പീറ്റേഴ്സൺ അവരുടെ മെൻറ്ററായിട്ട് വരുന്നു. കൂടാതെ മുനാഫ് പട്ടേൽ അവരുടെ കോച്ചിങ് ഗ്രൂപ്പിലേക്ക് വരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മികച്ച ഒരു കോച്ചിങ് കോർ കൂടി അവർക്കുണ്ട്. ഇത്തവണ അവർ എടുത്തിരിക്കുന്ന താരങ്ങളെയും നിങ്ങളൊന്ന് നോക്കണം. ബൗളിങ്ങൊക്കെ ശക്തമാക്കി മാറ്റിയിട്ടുണ്ട്. മിച്ചൽ സ്റ്റാർക്ക് കഴിഞ്ഞ IPL ഫൈനലിലടക്കം മിന്നിക്കറ്റിയ ആളാണ്. അപ്പോൾ പരിക്കിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ, പക്ഷേ അദ്ദേഹം ഫിറ്റാവും, അദ്ദേഹം ടീമിനൊപ്പം കളിക്കും. അപ്പം മിച്ചൽ സ്റ്റാർക്ക്, ഒപ്പം T നടരാജൻ, അതുപോലെ തന്നെ മോഹിത് ശർമ്മയെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. IPL 2023 മികച്ച പ്രകടനം നടത്തിയ അതേ മോഹിത് ശർമ്മ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവരുടെ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത്തവണ മികച്ചതാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കറിയാമല്ലോ അവരുടെ സ്പിൻ ബൗളിങ്ങിന് എത്രത്തോളം മൂർച്ചയുണ്ട് എന്നുള്ളത്. കുൽദീപും അക്സറും കൂടി ചേരുമ്പോൾ മികച്ച രൂപത്തിലുള്ള സ്പിൻ ബൗളിംഗ് അവർക്ക് എന്തായാലും ഉണ്ട്. കൂടാതെ അവർ ഇത്തവണ ബാറ്റിങ്ങിലേക്ക് ഫാഫ് ഡു പ്ലസിയെ കൊണ്ടുവന്നു. ഹാരി ബ്രൂക്ക് അവരുടെ ടീമിലുണ്ടായിരുന്നു, നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ ഈ IPL നിന്ന് അദ്ദേഹം പിൻവാങ്ങി. വലിയ തുക കൊടുത്ത് സ്വന്തമാക്കിയിട്ട് അദ്ദേഹം പിൻവാങ്ങി. 2 വർഷത്തെ ബാനും മേടിച്ച് ഒരു ഭാഗത്തിരിക്കുകയാണ്. ഹാരി ബ്രൂക്ക് ഇല്ല എന്നുള്ളത് കൊണ്ട് ഫാഫ് ഡു പ്ലസിക്ക് അവസരം കിട്ടാൻ സാധ്യതയുണ്ട്. ഒന്നുകിൽ ബാറ്റിങ്ങിൽ ടോപ്പിൽ ഫാഫ് ഡു പ്ലസി ഇറക്കുക, അല്ലെങ്കിൽ ഡൊണോവൻ ഫിറേറയെ മിഡിലിൽ ഇറക്കുക. അതാണ് ഹാരി ബ്രൂക്കിൻ്റെ പോക്കോടുകൂടി DCക്ക് വരുത്താവുന്നൊരു മാറ്റം. ഏതായാലും DC ഇപ്പോൾ ഫാഫ് ഡു പ്ലസിയെ ടീമിലേക്ക് കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ കരുൺ നായർ, എന്തൊരു മിന്നും ഫോമിലാണ് താരമുള്ളത്. അപ്പോൾ അത് IPL അദ്ദേഹം തുടരുമെന്ന് പ്രതീക്ഷിക്കാം. സമീർ റിസ്വി കഴിഞ്ഞ തവണ വലിയ ഒരു ഹൈപ്പോട് കൂടി CSKയിൽ എത്തിയെങ്കിലും അത്രയധികം മികവ് കാണിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇത്തവണ അദ്ദേഹം ആ മികവിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ അശുതോഷ് ശർമ്മ, കഴിഞ്ഞ വർഷത്തെ അദ്ദേഹത്തിൻ്റെ പ്രകടനം ഞാൻ ഇനി എടുത്ത് പറയേണ്ടതില്ലല്ലോ. സോ മികച്ച രൂപത്തിലുള്ള താരങ്ങളെ എത്തിച്ച് അവർ സ്ക്വാഡ് ശക്തമാക്കിയിട്ടുണ്ട് എന്നർത്ഥം. അവരുടെ സ്ക്വാഡിൽ ഓൾറെഡി ജെയ്ക്ക് ഫ്രേസർ മക്കാർക്കിനെ പോലുള്ള താരങ്ങളുണ്ട് എന്നുകൂടി ഓർക്കുക. അപ്പോൾ നമ്മുടെ ആദ്യം അവരുടെ ഫുൾ സ്ക്വാഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇത്തവണ എല്ലാ വിധത്തിലുള്ള ഒരുക്കങ്ങളോടുകൂടി തന്നെയാണ് അവർ വരുന്നത് എന്ന്. അവരുടെ ബാറ്റേഴ്സ് ആരൊക്കെയാണ്? അഭിഷേക് പോറൽ വിക്കറ്റ് കീപ്പർ ബാറ്ററാണ്. അപ്പം ജെയ്ക്ക് ഫ്രേസർ മക്കാർക്ക്, KL രാഹുൽ, ട്രിസ്റ്റൻ സ്റ്റബ്സ്. നമ്മൾ സ്റ്റബ്സിനെ കുറിച്ച് കൂടി പറയണമല്ലോ. കഴിഞ്ഞ IPL അടക്കം പൊള്ളിച്ചടുക്കിയ ബാറ്റിംഗ് പ്രകടനമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. പിന്നെ ഫാഫ് ഡു പ്ലസി, കരുൺ നായർ, സമീർ റിസ്വി, ഹാരി ബ്രൂക്ക് ഇപ്പോൾ വിഡ്രോൺ ചെയ്തു എങ്കിൽ പോലും ഒട്ടും പ്രശ്നമില്ലാത്ത മികച്ച
ഒരു ബാറ്റിംഗ് നിരയാണിത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഓൾറൗണ്ടേഴ്സ് നോക്കുക, അക്സർ പട്ടേൽ, അതുപോലെ തന്നെ ഡൊണോവൻ ഫെറീറ, പിന്നെ അജയ് മണ്ഡൽ, പിന്നെ മൻവന്ത് കുമാർ, അശുതോഷ് ശർമ്മ, മാധവ് തിവാരി. ബൗളേഴ്സ് ദുഷ്മന്ത ചമീര, മുകേഷ് കുമാർ, വിപ്രാജ് നിഗം, മിച്ചൽ സ്റ്റാർക്ക്, കുൽദീപ് യാദവ്, ടി നടരാജൻ, മോഹിത് ശർമ്മ, ത്രിപുരാന വിജയ്. സോ മികച്ച ഒരു സ്ക്വാഡ് തന്നെയാണ് അവർക്കുള്ളത്. ഇനി അത് വെച്ചുകൊണ്ട് നമ്മൾ അവരുടെ ഒരു പ്ലേയിങ് 11 പരിശോധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ജെയ്ക്ക് ഫ്രേസർ മക്കാർക്ക് ഓപ്പൺ ചെയ്യാനുണ്ടാവും. മക്കാർക്കിനൊപ്പം ആരെത്തും എന്നുള്ളതാണ് ചോദ്യം. അതിപ്പം ഫാഫ് ഡു പ്ലസി കളിക്കുമോ ഇല്ലയോ എന്നതിനനുസരിച്ചായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു പക്ഷേ ജെയ്ക്ക് ഫ്രേസർ മക്കാർക്കിനോടൊപ്പം നമ്മൾ അഭിഷേക് പോറൽ ഓപ്പൺ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. ഒപ്പം കരുൺ നായർ തൊട്ട് പിന്നാലെ വരുന്നു, കെ എൽ രാഹുൽ, പിന്നെ ട്രിസ്റ്റൻ സ്റ്റബ്സ്, അക്സർ പട്ടേൽ, അതുപോലെ ഡൊണോവൻ ഫെരീര, അശുതോഷ് ശർമ്മ, മിച്ചൽ സ്റ്റാർക്ക്, കുൽദീപ് യാദവ്, ടി നടരാജൻ. പിന്നെ മുകേഷ് കുമാറിന് അവർ എന്തായാലും ഉപയോഗപ്പെടുത്താവുന്ന രൂപത്തിൽ ബാക്ക് സബൊക്കെ ആയിട്ട് ഉപയോഗപ്പെടുത്തിയിരിക്കും. ഇതെല്ലാ കളികളിലും അങ്ങനെയെന്നല്ല, ഒരു സാധ്യത 11 എന്ന നിലയ്ക്ക് നമ്മൾ പറഞ്ഞതാണ്. സോ മികച്ച ഒരു ലൈനപ്പ് അവർക്ക് ഇത്തവണയുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. എക്സ്പ്ലോസീവായിട്ട് കളിക്കാനുള്ള ബാറ്റർമാരുണ്ടോ? ഉണ്ട്. ജെയ്ക്ക് ഫ്രേസർ മക്കാർക്കിനെ പോലെയുള്ള താരങ്ങൾ, അതുപോലെ ട്രിസ്റ്റൻ സ്റ്റബ്സിനെ പോലെയുള്ള താരങ്ങൾ, ഫാഫ് ഡു പ്ലസി ഇറങ്ങുകയാണെങ്കിൽ അദ്ദേഹം, പിന്നെ ഡൊണോവൻ ഫെറീര, അവർക്ക് ആങ്കറിങ് ചെയ്ത് കളിക്കണോ? ഉണ്ട്. അതിനുള്ള താരങ്ങളുണ്ട്. കെ എൽ രാഹുലുണ്ട്, കരുൺ നായരുണ്ട്. സോ ബാലൻസ്ഡ് ആണ് സ്ക്വാഡ് എന്ന് പറയേണ്ടി വരും. മികച്ച പേസ് ബോളർമാരുണ്ടോ? ഉണ്ട്. മിച്ചൽ സ്റ്റാർക്കുണ്ട്, മുകേഷ് കുമാറുണ്ട്, ടി നടരാജനുണ്ട്. അപ്പോൾ അതാണ് അവരുടെ ഒരു ഇത്തവണത്തെ ഗുണം എന്ന് പറയുന്നത്. ഏതായാലും ഇത്തവണ ഒരു ബ്രേക്ക് ഔട്ട് പ്ലെയറായിട്ട് ആര് വരും? ഇനിയിപ്പോൾ സമീർ റിസ്വി കഴിഞ്ഞ സീസണുകളിലൊക്കെ വളരെ ഹൈപ്പ് വന്നിട്ട് അദ്ദേഹത്തിന് ആ പ്രകടനം നടത്താൻ പറ്റിയിട്ടില്ല. ഇത്തവണ അങ്ങനെ ഒരു പ്രകടനം അദ്ദേഹം നടത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അത് ഡി സിക്ക് ഏറെ കരുത്തും പകരും. എന്തായാലും അക്സർ പട്ടേലിൻ്റെ സംഘം ഇത്തവണ മികച്ചത് തന്നെയാണ്. ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.